ആര്യനും ധ്വനിയും തമ്മിലുള്ള കല്യാണം നടത്തിയാലോന്ന് ഞാൻ SP-യോട് ചോദിച്ചായിരുന്നു. അപ്പോ SP ചില കാര്യങ്ങളില് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ഇപ്പോ നമ്മുടെ ആര്യനെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു. അങ്കിൾ ആര്യനെ കണ്ടോ? സമാധാനമായി. അങ്കിളെ ആര്യൻ എവിടെ ഉണ്ട്? അത് ആര്യൻ SP താമസിക്കുന്ന വീട്ടിലുണ്ട്. ആര്യൻ ഇന്നലെ വൈകുന്നേരം മുതലേ ഇവിടെയുണ്ട്. അല്ല, അർജുൻ എന്തിനാ ആര്യനെ അന്വേഷിക്കുന്നത്? ഏയ്, ഞാൻ വെറുതെ ഒരു കുശലം ചോദിച്ചതാ. അതൊക്കെ പോട്ടെ, അങ്കിള് മനസ്സിലിട്ട് നടന്ന കാര്യം പറ. ആര്യന്റെ സ്വത്ത് മോഹിച്ചാണോ ധ്വനി പിന്നാലെ കൂടിയിരിക്കുന്നെന്ന് SP-ക്ക് ഒരു സംശയം. SP അങ്കിളിന് നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് സംശയം ഉണ്ടെങ്കിൽ അത് തിരുത്തണം. വേണം വേണം. തിരുത്തിയില്ലെങ്കിലേ എന്റെ ആര്യന്റെ കല്യാണം ആദ്യം എതിർക്കുന്ന SP അങ്കിളായിരിക്കും. പക്ഷേ എങ്ങനെ തിരുത്തും? ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. എന്താ എന്താ പറ. ഇനി കുറെ നാളത്തേക്ക് നമ്മൾ തമ്മിൽ നേരിട്ട് കാണണ്ട, ഫോണിൽ സംസാരിച്ചാൽ മാത്രം മതി. അത് മാത്രം പോരാ, ആര്യനോട് നിനക്കുള്ള സ്നേഹത്തിന്റെ സ്ട്രെങ്ത് സ്വാമി അങ്കിളിന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. അപ്പോ അയാൾ അത് SP അങ്കിളിനോട് പറയും. അതെങ്ങനെ? ഞാൻ ആ കള്ളസ്വാമിയുടെ മുമ്പിൽ ആക്ട് ചെയ്യണോ? ഇപ്പോഴത്തെ സാഹചര്യത്തില് നിനക്ക് പ്രേമം അഭിനയിക്കേണ്ടൊന്നും വരില്ല. കാരണം ആര്യനുമായിട്ട് നീ ഒടുക്കത്ത പ്രേമത്തിലാണ്. വൺ സൈഡ് ലവ്. ഇനി അയാൾക്ക് കാശില്ലാന്ന് പറഞ്ഞാലും നീ അയാളെ വിട്ട് കളയത്തേയില്ല. അയാളെ സമ്മതിച്ചാൽ കെട്ടും. പക്ഷെ കാശില്ലാത്ത ആര്യനെ കുറിച്ച് ഞാനിതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു കൺഫ്യൂഷനും വേണ്ട. യു ആർ ഇൻ എ ട്രൂ റിലേഷൻഷിപ്പ്. എന്തായാലും ആരും സേഫ് ആണെന്ന് ബോധ്യമായല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ വൺ സൈഡ് ലവ് ഒന്ന് ആഘോഷിക്കാം. അശോകന്റെ കടയിലേക്ക് പോകാം. പരിപ്പോടയോ ബോണ്ടയോ ബജിയോ എന്തു വേണേലും കഴിക്കാം. എന്റെ കാറിൽ തന്നെ കറിക്കൂ. തൽക്കാലം നീയുമായിട്ടുള്ള കറക്കം ഞാൻ നിർത്തി. നമ്മൾ തമ്മിൽ എന്നേക്കുമായി പിരിഞ്ഞെന്ന് SP അങ്കിളും ആ കുരുട്ട് സ്വാമിയും കരുതിക്കോട്ടെ.